ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 102ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ദേവുട്ടി സുന്ദരിയായല്ലോ. അവളെ ചേർത്ത് പിടിച്ച ദേവ അവളുടെ നെറുകയിൽ മുത്തമിട്ടു. എന്താ ദേവട്ടെന്ന് പ്രത്യേകത? പറയാം, വാ. അത് പറഞ്ഞ് അവളെ വിളിച്ച് താഴേക്ക് നടന്നു. വീട്ടിൽ ആരെയും കാണാനുണ്ടായിരുന്നില്ല. ദേവ അവളെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുത്തി. ശേഷം പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് അവൾക്ക് വാരിക്കൊടുത്തു. ദേവു എന്താ കാര്യമെന്ന് പലവട്ടം ചോദിച്ചുവെങ്കിലും ദേവ ഉത്തരം ഒരു ചിരിയിൽ ഒതുക്കി. ഇവിടെയുള്ള എല്ലാവരും എവിടെ പോയി ദേവേട്ടാ? ആരെയും കാണാനില്ലല്ലോ. അതൊക്കെ പറയാം, വാ. അത് പറഞ്ഞ് ദേവ അവളെയും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെയുള്ള കാഴ്ച കണ്ട് രേവതിയുടെ കണ്ണുകളും വിടർന്നിരുന്നു. മുറ്റത്തെ ഒരു ഭാഗത്തായി സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാവരും മുറ്റത്ത് തന്നെ അവളെ നോക്കിയിരിക്കുകയാണ്. ദേവ അവളെയും കൂട്ടി അവരുടെ അരികിലേക്ക് നടന്നു. ദേവയുടെ അമ്മയും മുത്തശ്ശിയും കൂടി അവളെ സ്റ്റേജിലെ ചെയറിലേക്ക് ഇരുത്തി. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ ഇരിക്കായിരുന്നു ദേവു. സാധാരണ 7ാം മാസത്തിലാണ് വളകാപ്പ് നടത്താറുള്ളത്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ ഇപ്പോഴാണ് അത് നടത്താൻ പറ്റിയത്. ഞങ്ങൾ ക്ഷണിച്ചതും ഈ ഫംഗ്ഷന് പങ്കെടുക്കാമെന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മുത്തശ്ശി അവിടെ കൂടിയിരുന്ന ബന്ധുക്കളോടായി പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തൻ്റെ വളകാപ്പ് ചടങ്ങാണെന്ന് ദേവുവിന് മനസ്സിലായത്. സ്റ്റേജിനൊരു ഭാഗത്തായി അമ്മുവും ശിവാനിയും രശ്മിയും പാർവണയും നിൽക്കുന്നുണ്ട്. ഒരേ കളറിലുള്ള ലെഹങ്കയായിരുന്നു അവർ 3 പേരും ധരിച്ചിരുന്നത്. ദേവുവും ദേവിയും ഒഴികെ മറ്റെല്ലാവരും ഒരേ കളറായിരുന്നു. ദേവയുടെ അമ്മ ഒരു താലത്തെ കുറച്ച് സാധനങ്ങളുമായി സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജിൽ നിൽക്കുന്ന രേവതിയുടെ അമ്മ താലത്തിൽ നിന്ന് മൂക്കുത്തിയെടുത്ത് രേവതി അണിയിച്ചു. ദേവ, മുത്തശ്ശി വിളിച്ചത് സ്റ്റേജിന് താഴെ ശിവയുടെയും ഭദ്രയുടെയും കൂടെ നിൽക്കുന്ന ദേവ ഒരു പുഞ്ചിരിയോടെ സ്റ്റേജിലേക്ക് കയറി വന്നു. അമ്മയുടെ കയ്യിലിരുന്ന താലത്തിൽ നിന്നും ഒരു തുള്ളി കുങ്കുമം എടുത്ത് അവളുടെ നെറ്റിയിൽ ആയി പൊട്ടു വെച്ചു കൊടുത്തു. ശേഷം താലത്തിലിരിക്കുന്ന പല നിറത്തിലുള്ള കുപ്പിവളകൾ അവളുടെ കയ്യിലായി അണിയിച്ചു. ഒരു ബൗളിലായിരിക്കുന്ന ചന്ദന അവളുടെ മുഖത്ത് തേച്ചു കൊടുത്തു. അതിനുശേഷം ഓരോരുത്തരായി സ്റ്റേജിലേക്ക് വന്ന് അതുപോലെ ചെയ്യാൻ തുടങ്ങി. ഈ വളകാപ്പ് എന്ന് പറഞ്ഞ എന്താ മുത്തശ്ശി? വളയിട്ട് കൊടുക്കുന്നതിനിടയിൽ ശിവാനി സംശയത്തോടെ ചോദിച്ചു. ഇത് സാധാരണയായിട്ട് തമിഴ്നാട്ടിലെ ആന്ധ്രാപ്രദേശിലൊക്കെ നടത്തി വരുന്ന ഒരു ചടങ്ങാണ്. ഇപ്പൊ ഇത് കേരളത്തിൽ നടത്താൻ തുടങ്ങി. വളകാപ്പ് എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീകളുടെ 7ാം മാസത്തിൽ ചെയ്യുന്ന ചടങ്ങാണ്. 7 പലഹാരങ്ങളുമായി പെണ്ണിന്റെ വീട്ടുകാരെ ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നു. മുത്തശ്ശി പുഞ്ചിരിയോടെ പറഞ്ഞു. ഈ വളകളൊക്കെ കയ്യിലിങ്ങനെ ഇടുന്നതുകൊണ്ടായിരിക്കല്ലേ വളകാപ്പെന്ന് പേര് വന്നത്. വളയ്ക്ക് പകരം മാലയായിരുന്നെങ്കിൽ അത് മാലക്കാപ്പാവുമല്ലേ മുത്തശ്ശി? ശിവാനി അത് പറഞ്ഞതും അവിടെ മകൻ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ഈ ചടങ്ങുകളൊക്കെ വെറുതെ അല്ലേടി പൊട്ടി, അതിനു പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ടാവും. അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞാലും എന്തു പൊട്ടത്തരം, ഇതൊക്കെ വെറുതെ ഓരോ ചടങ്ങല്ലേ. ശിവാനി ആരുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല ശിവാനി, ഓരോ ചടങ്ങിനും ഓരോ റീസൺസ് ഉണ്ട്. കയ്യിൽ ഇങ്ങനെയുള്ള കുപ്പിവളകൾ ഇടുന്നതിന് ഒരു കാരണമുണ്ട്. ഈ വളകൾക്ക് ഇടുങ്ങുമ്പോ അതിനൊരു സൗണ്ട് ഉണ്ടാവില്ലേ, അത് കേൾക്കുമ്പോ വയറ്റിൽ കിടക്കണ ബേബി റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറയാറ്. ശിവ ബൗളിലെ ചന്ദനം ദേവുവിന്റെ മുഖത്ത് തേച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് പാർവണ അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. എൻ്റെ അളിയൻ എല്ലാം അറിയാലോ, സഞ്ചരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണ് എൻ്റെ അളിയൻ. ആരും അഭിമാനത്തോടെ ശിവയുടെ തോളിൽ കൈയിട്ട് പറഞ്ഞു. പിന്നീട് അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. സ്റ്റേജിൽ ഉറക്കെ പാട്ട് വെച്ചത് എല്ലാവരും ദേവുവിന്റെ ചുറ്റും നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഭദ്രയും ആരുവും കണ്ണനും അമ്മുവും രശ്മിയും ശിവാനിയും എല്ലാം വെറൈറ്റി സ്റ്റെപ്പുകൾ ഇട്ട് അവൾക്ക് ചുറ്റും നിന്ന് കളിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒരു ഭാഗത്ത് കുഞ്ഞിനെയും എടുത്ത് നിൽക്കാണ് പാർവണ. അത് കണ്ട് ശിവ നേരെ അവളുടെ അരികിലേക്ക് പോയി. അച്ഛയുടെ പൊന്നു മോള് വായോടാ. ശിവ പാർവണയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. നീ എന്തിനെങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണേ? പാർവണയെ നോക്കി ശിവ ചോദിച്ചു. ഒന്നുമില്ല ശിവ, ബഹളത്തിനിടയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്ന് കരുതി. ഈ ചേച്ചി എന്ത് ഇവിടെ നിൽക്കണേ, വാ. അപ്പോഴേക്കും പാർവണയും വലിച്ച് ശിവാനി ഡാൻസ് കളിക്കുന്നതിനിടയിലേക്ക് കൊണ്ടുപോയി. ആദ്യമൊക്കെ പാർവണ മടിയോടെ നിന്നെങ്കിലും പിന്നീട് അവരുടെ ഒപ്പം അവളും ഡാൻസിൽ പങ്കുചേർന്നു. പാട്ടിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. കളിയും ചിരിയും സന്തോഷമായി ദേവുവിന്റെ വളകാപ്പ് നല്ല രീതിയിൽ നടന്നു.
ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ഒരുപാട് ക്ഷീണിച്ചിരുന്നു. ഇന്ന് തന്നെ പോണോ മുത്തശ്ശി? ഇത്രയും സമയമായില്ലേ, ഇനി നാളെ പോയാ പോരെ? ആരും മുത്തശ്ശിയുടെ അരികിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല മോനെ, 2 ആഴ്ച കഴിഞ്ഞ ബദ്രയുടെ അമ്മൂന്റെ കല്യാണല്ലേ, എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് എത്തണം, ഒരുപാട് ഒരുക്കങ്ങൾ നടക്കാനുള്ളതല്ലേ, മുത്തശ്ശി തിരക്കിട്ട് പറഞ്ഞു. അതും നല്ല കാര്യം, മുത്തശ്ശിക്ക് മുത്തശ്ശിനെ കാണാതിരിക്കാൻ വയ്യ, അത് തന്നെ കാര്യം. ശിവാനി അത് പറഞ്ഞതും അവിടെ എല്ലാവരും ചേർന്ന് ചിരിക്കാൻ തുടങ്ങി. മതി മതി, വേഗം റെഡിയാവാൻ നോക്ക്, ഇറങ്ങാൻ സമയമായി, മുത്തശ്ശി തിരക്ക് പിടിച്ചു പറഞ്ഞു. എത്രയൊക്കെ പറഞ്ഞാലും മുത്തശ്ശി ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായതിനാൽ ശിവാനി റെഡിയാവാനായി റൂമിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ ഒരാൾ കൂടെ പോയ കാര്യം മറ്റാരും അറിഞ്ഞില്ല. ശിവയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങി മുത്തശ്ശി താലോലിക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ പൊന്നുമോളെ, കുറുമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. അവളെ കൊഞ്ചിച്ചുകൊണ്ട് മുത്തശ്ശി ഇരുന്നു. മുത്തശ്ശിയുടെ പണ്ടത്തെ ഗൗരവം എല്ലാം പോയതുപോലെ പാർവണയ്ക്കും തോന്നി. ഒരു കാര്യങ്ങൾ ആലോചിച്ച് അവൾ ഒരു സൈഡിലായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരുടെ നിശ്വാസം കഴുത്തിൽ പതിച്ചത്. അവൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ശിവയായിരുന്നു. എന്താ ഇത്ര ആലോചന? അവൻ പതിയെ അവളുടെ കാതുകളിൽ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി. ശരിക്കും? അവൻ ഒന്നും കൂടെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലാന്നേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ദേവുവിന്റെ വളകാപ്പ് നല്ല രീതിയിൽ കഴിഞ്ഞു. തുമ്പിമോളുടെ എങ്ങനെയൊക്കെ നടത്തണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ദേവിയുടെ അമ്മ മുത്തശ്ശിയുടെ അരികിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. പിന്നീടാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് ബോധം അവർക്കുണ്ടായത്. അമ്മ പറയുന്ന കേട്ട് പാർവണയുടെ മുഖം ഒന്ന് മങ്ങി. എന്നാലും മുഖത്തിനൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ നിന്നു. ഇനി ബദ്രിയുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം, വിഷയം മാറ്റാനെന്ന പോലെ ദേവ പറഞ്ഞു. പിന്നീട് എല്ലാവരുടെയും സംസാരം കല്യാണത്തിലേക്ക് വഴിമാറി. എന്നാലും പാർവണയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ എത്ര മനോഹരമായ നിമിഷങ്ങളാണ് ഇല്ലാതാക്കിയതെന്ന് അവൾ ഓരോന്നാലോചിച്ച് കണ്ണു നിറഞ്ഞു വന്നപ്പോൾ ആരും കാണാതെ പെട്ടെന്ന് അവൾ അത് തുടച്ചു കളഞ്ഞു. എന്നാൽ ഒരാൾ മാത്രം അത് കണ്ടിരുന്നു. ഒരു കുഞ്ഞിൻ്റെ വളകാപ്പ് മിസ്സായ എന്താ, ഇനിയും കിടക്കല്ലേ 4 കുഞ്ഞുങ്ങള്, 4 ഡെലിവറികള്, നമുക്കതെല്ലാം അടിച്ചു പൊളിക്കാനേ. ശിവ അവളുടെ കാതിലായി പതിയെ പറഞ്ഞു. പാർവണ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കിയേ. എന്താടി ഇങ്ങനെ നോക്കണേ, നിന്റെ ഉണ്ടക്കണ്ണ് ഇപ്പൊ പുറത്ത് ചാടും, അവളുടെ ഇടുപ്പിൽ നുള്ളിക്കൊണ്ട് ശിവ പറഞ്ഞു. അവൾ പെട്ടെന്ന് ഞെട്ടി ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൾക്കും ആശ്വാസമായിരുന്നു. 4 കുഞ്ഞാ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, നമ്മുടെ നെച്ചുമോളെയും കൂട്ടി 5 കുട്ടികള്, പഴയതെല്ലാം നീ മറന്നോ? ശിവ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് കാര്യം? അവളും മനസ്സിലാവാതെ ചോദിച്ചു. ഇതപ്പ നന്നായേ, നീയല്ല എന്ന് പറഞ്ഞ നിനക്ക് 5 കുട്ടികൾ വേണമെന്ന്, ഇപ്പൊ ഒന്നല്ലേ ആയുള്ളോ, ഇനിയും കിടക്കല്ലേ 4 എണ്ണം, നമുക്കെല്ലാം ടൈം എടുത്ത് നന്നായി സെലിബ്രേറ്റ് ചെയ്യാലോ, ശിവ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോയി ഇവിടുന്ന് ഒന്ന് പറ്റാണ്ട് ക്ഷീണം മാറിയിട്ടില്ല, അപ്പോഴാണ് 4 എണ്ണം, അവൾ ഇഴുപ്പിനും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതൊന്നും നടക്കില്ല മോളെ, ഈ ശിവ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും, വെയിറ്റ് ആൻഡ് സീ, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു മുത്തശ്ശിയുടെ അരികിൽ വന്നിരുന്നു. എനിക്ക് ഇവിടുന്ന് പോവണ്ടായിരുന്നു വേട്ടാ, മുത്തശ്ശിയോടൊന്ന് പറയോ? ശിവാനി അരുവിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കരഞ്ഞത് എന്നെ കൂടെ കരയിപ്പിക്കാതെ പെണ്ണേ, 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ബദ്രിയുടെ കല്യാണത്തിന് ഞാൻ അങ്ങ് വരുമല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ കരയണേ? ആരോളെ ചേർത്ത് പിടിച്ചോണ്ട് സമാധാനിപ്പിച്ചു. എന്നാൽ ഈ 2 ആഴ്ച എങ്ങനെ ഞാൻ ഏട്ടനെ കാണാതെ, എനിക്ക് ആലോചിക്കാനും കൂടെ വയ്യ. നീ ഇപ്പം ഒന്നും ആലോചിക്കണ്ട, നിനക്ക് കാണണമെന്ന് അത്രയും തോന്നുകയാണെങ്കിൽ ഒരു കോള് ചെയ്താൽ മതി, ഞാൻ അങ്ങ് പറഞ്ഞു വരില്ലേ. എൻ്റെ ഈ പൊട്ടിപ്പെണ്ണിൻ്റെ പൊട്ടത്തരൊന്നും കേൾക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നേ. എന്നാലേ എന്ത് ചെയ്യാനാ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയില്ലേ. എന്തായാലും നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഇനി കുറച്ച് കാലം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ കാര്യവും വീട്ടിൽ പറയാം. പിന്നെ അളിയന് എല്ലാ കാര്യം അറിയാലോ, ആളെ ഏറെക്കുറെ സപ്പോർട്ടുമാണ്, അതിലാണ് എൻ്റെ പ്രതീക്ഷയും സമാധാനം എല്ലാം. ഇനി നമ്മുടെ വീട്ടുകാരെങ്ങനോ പറഞ്ഞ് എന്താ ചെയ്യാ? ശിവാനി അവൻ്റെ നെഞ്ചിൽ തലയിറട്ടിക്കൊണ്ട് ചോദിച്ചു. നീ ഇങ്ങനെ നെഞ്ചി കൊള്ളുന്ന കാര്യമൊന്നും പറഞ്ഞ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തി വെക്കല്ലേ പെണ്ണേ, ബി പോസിറ്റീവ്, വീട്ടുകാർ സമ്മതിക്കും. അഥവാ ഇനി സമ്മതിച്ചില്ലെങ്കിൽ? അവളൊന്നുകൂടെ ചോദിച്ചു. സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എള്ളോളം തരി പെണ്ണു പിടിക്കാം. എന്തോന്ന്? ശിവാനി മനസ്സിലാവാതെ ചോദിച്ചു. നമുക്ക് ഒളിച്ചോടാന്ന്,
ഒളിച്ചോടുന്നവരുടെ ദേശീയ ഗാനാണ് എള്ളോളം തരി പൊന്ന്. നിനക്കിതൊന്നും അറിയില്ലേ? ആണോ? എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതെങ്ങനെ അറിയാനാ? അതൊക്കെ അറിയണമെങ്കിൽ ഇവിടെ പഠിക്കണം. ആ, ഇനി സമയമുണ്ടല്ലോ, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. ആരും മീശ പിടിച്ച് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അമ്മു, ശിവാനി റെഡിയാവാൻ പോയിട്ട് കുറെ സമയമായില്ലോ. ഇത്ര നേരമായിട്ടും കഴിഞ്ഞില്ലേ? നീ പോയി ഒന്ന് നോക്കിയിട്ട് പോയോ? മുത്തശ്ശി അത് പറഞ്ഞതും അമ്മ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. പെട്ടെന്ന് റൂമിന്റെ ഡോർ ആരോ തുറന്നതും ആരും ശിവാനി ഞെട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. എന്നാൽ അതേസമയം അവരെ നോക്കി ഞെട്ടി നിൽക്കുമായിരുന്നു അമ്മു. നിങ്ങൾ എന്തെവിടെ? അമ്മു അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് അത് പിന്നെ ആരും ശിവാനി നിന്ന് പരുങ്ങാൻ തുടങ്ങി. എന്നാ നിങ്ങൾ റെഡിയാവും, ഞാൻ താഴേക്ക് പോവാ. അത് പറഞ്ഞ ആരും സ്ഥലം വിട്ടു. അവൻ പോയതും ശിവാനി അമ്മുവിനെ ദയനീയമായി നോക്കി. ഇടിക്കള്ളി, നിന്റെ ലോക്കറ്റിലായേ അർണവാണല്ലേ? നീ എന്താ പറഞ്ഞേ? എന്നോടുള്ള സ്നേഹം കണ്ട് നീയേ എന്നെ ലോക്കറ്റ് ഇട്ട് നടക്കാന്നല്ലേ? പേരുംകള്ളി. അവളുടെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അയ്യോ, സോറി സോറി സോറി, ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയിരിക്കായിരുന്നു. പക്ഷെ പേടി കൊണ്ടാടി. നീ മുത്തശ്ശിയുടെ വലം കൈയല്ലേ? നീ എങ്ങാനും മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്താ ഞങ്ങളുടെ കാര്യം കട്ടപ്പോവുകയാണ്. അതുകൊണ്ടാ സോറി, അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എന്നാൽ ഇത്രയും കാലം കൂടെ നടന്നിട്ട് നിനക്ക് എങ്ങനെ വിശ്വാസം പേടി എന്നെ? അമ്മ ചോദിച്ചു. ഈ കാര്യത്തിൽ മാത്രം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അതാ. അപ്പൊ അസ്ഥിക്ക് പിടിച്ച പ്രേമാണല്ലേ? അമ്മ കളിയാക്കി കൊണ്ട് പറഞ്ഞു. അല്ല, ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയ. അമ്മു, അമ്മ എനിക്ക് കഴിക്ക് സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ, അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. വേഗം വാ, താഴെ മുത്തശ്ശി കുറെ നേരമായി അന്വേഷിക്കണു. അമ്മ അത് പറഞ്ഞു. ശിവാനി ബാഗെല്ലാം എടുത്ത് അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. അധികം വൈകാതെ അവർ തറവാട്ടിലേക്ക് ഇറങ്ങി. അരികിൽ നിന്ന് ശിവാനി പോകുന്തോറും ആരുവിന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം നിറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു. റേറ്റിംഗ് ആൻഡ് കമൻറ്റ് മുഖ്യം. ബിഗിലെ കേട്ടിട്ടില്ലേ? ബിഗിലെ കേട്ടിട്ടില്ലേ? അത്. അപ്പോൾ കമൻ്റ് ഇട്ടില്ലെങ്കിൽ നാളെ സ്റ്റോറി ഇടില്ല, ഉറപ്പായിട്ടും ഞാൻ ഇടില്ല. നോക്കിക്കോ, നിങ്ങൾ ഇടുമോ നോക്കട്ടെ, എത്ര പേരിടുമെന്ന് അറിയാലോ. അപ്പോൾ ബൈ ട്ടോ.